ഇന്ന് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. ഇതിനായിട്ട് നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുക. ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് നിൽക്കുന്ന പോലെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വിസിലിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഉള്ളതിൽ വലിയ ബർണറിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒരു വിസിലിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിൻ്റെ പ്രഷർ പോയ ഉടനെ തന്നെ അത് തുറന്ന് നമുക്ക് അതിലെ ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് എടുക്കാം. തന്നെ കൂടുതൽ നേരം വയ്ക്കാൻ പാടില്ല. പ്രഷർ പോയ ഉടനെ തന്നെ വിസിൽ മാറ്റി മൂടി തുറന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ ചൂട് ഒന്ന് ആറിയ ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ ആവി ഒക്കെ ഒന്ന് പോട്ടെ. അതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആവിയെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 8 മണിക്കൂർ ശേഷമാണ് അത് പുറത്തേക്ക് എടുത്തത്. ഇതിപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളത് മൂടി വെച്ച് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ തുറന്നതിന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് മെല്ലെ കളഞ്ഞെടുക്കാം. നിങ്ങൾ സൗകര്യം പോലെ പീലർ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ മെല്ലെ ആ തൊലിയെല്ലാം നമുക്ക് അടർത്തി മാറ്റാം. വേവിച്ച ഉരുളക്കിഴങ്ങ് എത്രത്തോളം കൂടുതൽ നേരം ഫ്രിഡ്ജിലിരിക്കുന്നുവോ അത്രയും നല്ലത് തന്നെയാണ്. നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇതുപോലെ വേവിച്ച ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടൊക്കെ വരുന്ന സമയത്ത് ആ സമയങ്ങളിൽ എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമുക്കതെടുത്ത് വേഗം വറുത്തെടുക്കാനായിട്ട് പറ്റും. തൊലി മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ആ 2 അറ്റം ഒന്ന് വെട്ടി കൊടുക്കാം. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഷേപ്പൊന്നും നോക്കണമെന്നില്ല. മൊത്തം നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ മറ്റേ ഉരുളക്കിഴങ്ങും ഒന്ന് തൊലി കളഞ്ഞ് നമുക്കെടുക്കാം. തൊലി മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്കിനി അത് ചെറിയ സ്ലൈസസ് ആക്കി മാറ്റാം. ഇതുപോലെ അടുത്ത ഉരുളക്കിഴങ്ങും സ്ലൈസസ് ആക്കി മാറ്റാം. ഇനി നമുക്കിത് നീളത്തിലുള്ള ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം. അതിൽ അരികൊക്കെ വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് ഇല്ലാതെ നമുക്ക് മാറ്റി കൊടുക്കാം. മറ്റേതെല്ലാം ഈവണായിട്ട് ഏകദേശം ഒരേ അളവിൽ നമുക്കത് നീളമുള്ള പീസസുകളാക്കി മുറിച്ചെടുക്കാം. ഏകദേശം ഒരേ അളവിൽ നമുക്കത് എല്ലാം മുറിച്ചെടുക്കാം. ഇനി ഇതുപോലെ മുഴുവനും മുറിച്ച് മാറ്റാം. മുറിക്കുന്ന സമയത്ത് തന്നെ സ്റ്റൗവിൽ നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ മുറിച്ചതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൊടുത്തതും ഇളക്കി കൊടുക്കണമെന്നില്ല. ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് തുടങ്ങിയാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ഇത് കോരി മാറ്റാം. കറക്റ്റ് 1 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല. ഒന്നുകൂടെ നമുക്കിത് വറുത്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ബാക്കിയുള്ളത് കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 മിനിറ്റോളം ആകുമ്പോൾ നമുക്കത് ഇതുപോലെ കോരി മാറ്റി വയ്ക്കാം. മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് വീണ്ടും ഇത് എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കണം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ആവും. നമുക്കത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇത് മനസ്സിലാവും അത് ആയോ എന്ന്. നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുണ്ട്. 2 മിനിറ്റ് തന്നെ ഉള്ളിൽ തന്നെ ആവും. കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. വളരെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. അതിൽ നമുക്ക് അല്പം ഉപ്പ് പൊടി വിതറിയിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് പൊടി അത് മിക്സ് ചെയ്ത് എടുക്കാം. രണ്ടാമതും വറുത്തെടുത്തത് ബാക്കിയുള്ളത് കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് വേറൊരു രീതി കൂടി ഉപയോഗിക്കാം. അതായത് അല്പം വെള്ളത്തിൽ ഉപ്പ് നല്ല പോലെ ഇതിനാവശ്യമായി വരുന്ന ഉപ്പ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഉരുളക്കിഴങ്ങ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 മിനിറ്റ് 2.5 മിനിറ്റ് ആകുമ്പോഴേക്കും എന്തായാലും ആവും. അതിലേക്ക് ഒരു 3 ടീസ്പൂണാണ് അതിൽ ഉപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ അത് നമുക്ക് ഇനി വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറായി.